ഹായ്, എല്ലാവർക്കും നമസ്കാരം. നല്ല ടൈം. ഞാൻ കുറെ സമയം പറയേണ്ടതെന്നൊക്കെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒക്കെ മറന്നുപോയി. അപ്പോ ഗുരുവായൂരമ്പലനട എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നൊരു സിനിമയാണ്. എന്നെ ഫസ്റ്റ് ഈ പടത്തിലേക്ക് വിളിക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഓടി ഒന്ന് നോക്കാതെ ചെയ്തൊരു സിനിമയാണിത്. അപ്പം നമ്മളൊരു എന്നോട് ഫസ്റ്റ് കഥ പറയാൻ വേണ്ടി വിപിനേട്ട വിളിക്കുമ്പോൾ പറയണത് നമുക്ക് അടിച്ചു പൊളിച്ച് ഒരു 20-30 ദിവസം ഷൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുപോലെ 30 ദിവസം നമ്മൾ അടിച്ചു പൊളിച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അതേപോലെ ഒരു ഫാമിലി പോലെയാണ് എനിക്കിത്. എസ്പെഷ്യലി ബിക്കോസ് നമ്മൾ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഞാൻ ബാക്കി ചില ഇന്റർവ്യൂസിനൊക്കെ പോകുന്ന സമയത്ത് ചിലവരിനോട് ചോദിക്കും, ഇത്രയും സീനിയേഴ്സിന്റെ കൂടി വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തതാണ്, എന്താണ് ഗുരുവായൂരിനെ പഠിച്ചതെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത്, നല്ലൊരു തൊലിക്കെട്ടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പുറത്ത് കളിയാക്കുക, ഇപ്പുറത്ത് കളിയാക്കാതെ അവര് കളിയാക്കുക, എല്ലാവരും എന്നെ ഡയറക്ടർ കളിയാക്കുക, അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും എനിക്കൊരു കളിയാക്കൽ കിട്ടി, ഭയങ്കര തൊലിക്കെട്ടി കിട്ടിയ ഒരു സിനിമയായിരുന്നു എനിക്ക് ഗുരുവായൂർ അമ്പലനട. സോ അതിന് ഗുരുവായൂർ അമ്പലനട കമ്മിറ്റിയോട് നന്ദി പറയുന്നു. പിന്നെ ഒരു ബഞ്ച് ഓഫ് ഗുഡ് പീപ്പിളിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യം താങ്ക് യു. പിന്നെ പിന്നെ നിഗ്ലേഷനൊക്കെ പറയുമ്പോൾ എനിക്ക് എന്റെ എല്ലാ സമയത്തും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പാടി നിൽക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഒന്നും പഠിക്കാനോ ഞാൻ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഓടിയെത്തി വന്നിരുന്ന ഒരാളാണ് നിഗ്ലേജി. പിന്നെ ബേസിലായിട്ട് എല്ലാ നെഗ് സിറ്റുവേഷനിലും അനാവശ്യ പോസിറ്റിവിറ്റിയുടെ നിറകൂടും. താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങനെ ഒരു നല്ല കുറെ ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പം പടം റിലീസ് കഴിഞ്ഞ്